ഈ കഷ്ടകാലം വന്ന് കയറുമ്പോഴാണ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരുന്നത് എന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. മലയാളികളെ സംബന്ധിച്ച് ഒരർത്ഥത്തിൽ അത് സത്യമാണ്. കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും കയറാൻ ഇടവരുത്തരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് പോലീസ് സ്റ്റേഷൻ. പിന്നെ ജയില്. ഇനി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോയാലും അവൻ ജയിലിൽ കയറിയവനാണ് എന്നൊരു പേര് ഉറപ്പായും ഉണ്ടാകും. കാരണം ജയിലെന്ന് പറഞ്ഞാൽ അത്രത്തോളം മുന്നോട്ടുള്ള ജീവിതത്തെ സ്വാധീനിക്കുന്ന ഘടകമാണെന്ന് ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ജയിലിൽ കയറരുത് എന്ന് പ്രാർത്ഥിച്ച് ജീവിക്കുന്നവരും ഈ നാട്ടിലുണ്ട്. എന്നാൽ ജയിൽ ഒരു അനുഗ്രഹമായി കൊണ്ടു നടക്കുന്നവർ ചിലരുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ജയിലിലൊന്ന് കയറിയാൽ തങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയും എന്ന് വിശ്വസിക്കുന്നവർ. ചില രാഷ്ട്രീയ പ്രവർത്തകർ. അത്തരത്തിൽ ജയിലിൽ പോയതിൻ്റെ പേരിൽ ലോട്ടറി അടിച്ച വ്യക്തിയാണ് നമ്മുടെ പി.വി. അൻവർ. ജയിലിൽ പോയതിൻ്റെ പേരിൽ മാത്രം അൻവറിന് UDFിലേക്കുള്ള വാതിൽ തുറന്നു വരികയായിരുന്നു. മറ്റൊരു രീതിയിലും സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മുന്നണിയിൽ ഭാഗമാകാൻ കഴിയില്ല എന്ന് ബോധ്യമായി നിരാശനായി ഇരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി ആ കാട്ടാന ആക്രമണം എത്തുന്നതും അതിൻ്റെ പേരിൽ അൻവറും പിള്ളേരും ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു പൊളിച്ചതും. ഈ കേസിൽ അൻവറിൻ്റെ കൂടെയുള്ളവരെ തേടി നിർഭാഗ്യമാണ് എത്തിയതെങ്കിലും അൻവറിനെ തേടിയെത്തിയത് ഭാഗ്യം തന്നെയാണ്. കാരണം ഇതുവരെ ഒരു ആശ്രയത്തിന് വേണ്ടി ഓടി നടക്കുന്ന വ്യക്തിയായിരുന്നു പി.വി. അൻവർ. CPMനെ വെല്ലുവിളിച്ചുകൊണ്ട് പാർട്ടി അനിഭാവത്വത്തിൽ നിന്നും പുറത്തു പോവുകയും DMK എന്ന സംഘടന രൂപീകരിക്കുകയും ചെയ്തെങ്കിലും മുന്നോട്ടുള്ള തീരുമാനങ്ങളൊക്കെ 8 നിലയിൽ പൊട്ടാനായിരുന്നു വിധി. ഇനി എന്ത് എന്ന ചോദ്യം തൻ്റെ രാഷ്ട്രീയ ഭാവിയെ പ്രതിസന്ധിയിലാക്കും എന്ന് തോന്നിയപ്പോഴാണ് അപ്രതീക്ഷിതമായി ജയിൽവാസവും അതിനു പിന്നാലെ UDFിൻ്റെ നിരുപാധിക പിന്തുണയും എത്തിയത്. അതെ, അൻവറിനെ സംബന്ധിച്ച് ഇതുതന്നെയായിരുന്നു യഥാർത്ഥ ലോട്ടറി. പക്ഷേ ഒരു പ്രശ്നം, ലോട്ടറി നറുക്കെടുപ്പ് ഇന്നലെ കഴിഞ്ഞു. ഒരക്കം മാറിപ്പോയതുകൊണ്ട് കണ്ണിന് മുന്നിലൂടെ പ്രൈസ് പോവുകയും ചെയ്തു. ഫോറസ്റ്റ് ഓഫീസ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ജയിലിലായ പി.വി. അൻവർ MLAക്ക് പിന്തുണയുമായി കോൺഗ്രസ് രംഗത്ത് വന്നതോടെ പി.വി. അൻവർ UDFിലേക്ക് നീങ്ങുന്നതായിട്ടുള്ള സൂചനകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നത്. അന്ന് അൻവറിന് പിന്തുണയുമായി കോൺഗ്രസും CMPയും രംഗത്തെത്തുകയായിരുന്നു. പ്രത്യേകിച്ചും കോൺഗ്രസിൽ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ തൃത്താല MLA VT ബൽറാമും പി.വി. അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു. അതിൽ VT ബൽറാം അൻവറിൻ്റെ പല നിലപാടുകളോടും ഇപ്പോഴും വിയോജിപ്പുണ്ടെന്നും എന്നാൽ അൻവർ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത നടപടിയോടെ അതെല്ലാം റദ്ദാകുന്നു എന്നുമാണ് വ്യക്തമാക്കിയത്. പി.വി. അൻവർ എന്ന രാഷ്ട്രീയക്കാരനെ മുന്നണിയിലേക്ക് കൂട്ടുന്നതിനോട് ഈ പറയുന്ന കോൺഗ്രസിനും പിന്നെ CMPക്ക് മാത്രമാണ് അനുകൂല നിലപാടുള്ളത്. അൻവറിൻ്റെ അറസ്റ്റിനെ തെറ്റായ നടപടിയെന്നായിരുന്നു VD സതീശൻ പ്രതികരിച്ചത്. ഒരു MLAക്ക് പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കാനാകില്ലെന്നായിരുന്നു VD സതീശൻ്റെ പ്രതികരണം. അൻവറിനെ UDF ഉൾക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ട് CMP രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അന്ന് നടന്ന അറസ്റ്റ് രാഷ്ട്രീയ വഴിത്തിരിവാണെന്നും പ്രധാന തീരുമാനം കോൺഗ്രസും ലീഗും എടുക്കണമെന്നുമാണ് CMP പറഞ്ഞത്. ഇതുവരെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ഓക്കെ അല്ല എന്ന് പറഞ്ഞാൽ അൻവറിന് ഓക്കെ അല്ല. ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് K. സുധാകരൻ പ്രതികരിച്ചിരുന്നു. അൻവറിനെ മുന്നണിയിലെടുക്കുന്നതിൽ വ്യക്തിപരമായി എതിർപ്പില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അൻവർ നല്ല സുഹൃത്തും മുൻ സഹപ്രവർത്തകനുമാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശദീകരണം. അതായത് അൻവർ ചിലപ്പോൾ UDFിലേക്ക് എത്തിയേക്കും എന്ന് തന്നെയാണ് ഈ പറഞ്ഞതിനർത്ഥം. പക്ഷേ അവിടെ രമേശ് ചെന്നിത്തല ഒന്ന് കയറി കളിച്ചു. അൻവർ ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങളിൽ യോജിപ്പുണ്ടെങ്കിലും മുന്നണി പ്രവേശം ഇതുവരെ ചർച്ചയായിട്ടില്ലെന്നാണ് രമേശ് ചെന്നിത്തല അന്ന് പറഞ്ഞത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ചെന്നിത്തലയ്ക്ക് പ്രവർത്തകരുടെ പൾസ് അറിയാം. ഭൂരിപക്ഷം UDF പ്രവർത്തകരും ആഗ്രഹിക്കുന്നത് അൻവറിനെ UDFിലേക്ക് എടുക്കരുത് എന്നാണ്. അതിനു കാരണം അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ തന്നെയാണ്. പി.വി. അൻവറിൻ്റെ UDF പ്രവേശനത്തിന് തിരക്കിട്ട് തീരുമാനം എടുക്കേണ്ടെന്നും പല കാര്യങ്ങളിലും അൻവർ ഇനിയും വ്യക്തത വരുത്തണമെന്നുമാണ് നേതാക്കളുടെ അഭിപ്രായം. രാഹുൽ ഗാന്ധിക്കെതിരായി നടത്തിയ പരാമർശത്തിനും പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായി നടത്തിയ അഴിമതി ആരോപണത്തിനും തിരുത്തു വേണമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ഇതിനുശേഷം മാത്രമേ അൻവറിൻ്റെ UDF പ്രവേശനം ആലോചിക്കാവൂ എന്നാണ് നേതാക്കൾ നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടത്. യഥാർത്ഥത്തിൽ അൻവറിനെ UDFിലേക്ക് എടുക്കേണ്ട എന്ന് അപ്പോഴും ഇപ്പോഴും നയം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് UDFിലെ ഒരു പാർട്ടിയാണ്.
ആർ എസ് പി അത്തരത്തിലൊരു നിലപാടെടുക്കാൻ കാരണമുണ്ട്. അൻവറിൻ്റെ കടന്നുവരവ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തങ്ങളെയാണെന്ന് ആർ എസ് പിക്ക് നന്നായിട്ടറിയാം. കാരണം കഴിഞ്ഞ 2 തവണയായി ഒരു MLA-യെ പോലും ജയിപ്പിക്കാനാകാത്ത അവസ്ഥയിലാണ് ആർ എസ് പി. മാത്രമല്ല, ഇത്തവണ ആർ എസ് പിക്ക് അധിക സീറ്റുകളൊന്നും നൽകേണ്ട എന്നും ചവറയിൽ ഒരൊറ്റ സീറ്റ് നൽകിയാൽ മാത്രം മതി എന്നുമാണ് കോൺഗ്രസിൽ അഭിപ്രായം ഉയർന്നിരിക്കുന്നത്. പ്രേമചന്ദ്രൻ മത്സരിക്കുന്ന കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമാണ് ആർ എസ് പി ഇപ്പോൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ പ്രേമചന്ദ്രൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മതിയാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നിന്നും ഇടവേള എടുക്കുകയാണെങ്കിൽ മറ്റൊരു ആർ എസ് പിക്കാരൻ ആ സീറ്റിൽ വിജയിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പരാജയപ്പെടുകയും UDF-ലേക്ക് പുതുതായി കടന്നുവരുന്ന അൻവർ വിജയിക്കുകയും ചെയ്താൽ ആർ എസ് പി എന്ന പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ വിഷയത്തിലാകുമെന്ന കാര്യം ഉറപ്പാണ്. UDF-ലേക്ക് ഒരു ഇടതു ചിന്താഗതിക്കാരൻ എന്ന നിലയിലുള്ള കടന്നുവരവാണ് അൻവർ ഉദ്ദേശിക്കുന്നത്. നിലവിൽ UDF-ലെ ഇടതു പാർട്ടി ആർ എസ് പി ആണ്. അൻവറെ UDF മുന്നണിയിൽ എടുക്കുകയും അദ്ദേഹം പ്രവർത്തനങ്ങളിലൂടെ നേട്ടമുണ്ടാക്കുകയും ചെയ്താൽ ഉറപ്പായും ആർ എസ് പിയുടെ UDF-ലെ സ്ഥാനം അൻവറിലേക്കെത്തും. അത് തങ്ങൾക്ക് ഭീഷണിയാകുമെന്നു തന്നെ ആർ എസ് പി വിശ്വസിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ആർ എസ് പി ആദ്യം മുതൽ അൻവറിൻ്റെ UDF പ്രവേശനത്തെ എതിർക്കുന്നത്. എന്തായാലും ഒരാവേശത്തിന് കിണറ്റിൽ ചാടിയാൽ 9 ആവേശത്തിനും തിരിച്ചു കയറാൻ കഴിയില്ല എന്നൊരു പഴമൊഴിയുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ PV അൻവർ എന്ന് വ്യക്തമാവുകയാണ്. അതിനുദാഹരണമാണ് കേരളത്തിൽ ഒരു തരത്തിലും നിലനിൽപ്പില്ലാത്ത പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിലേക്ക് അൻവർ ഇപ്പോൾ എത്തിയിരിക്കുന്നതും.